ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കബോർഡൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഏതായാലും ഓണമൊക്കെ വരികയല്ലേ, അപ്പം നോക്കിയപ്പോൾ എൻ്റെ പഴയ ഒരു മുണ്ടും വേസ്റ്റും ഒക്കെ അതിനകത്തിരിക്കുന്നത്. എനിക്ക് ആകെ 2 മുണ്ടും വേസ്റ്റേ ഉള്ളൂ കേട്ടോ. ഇതങ്ങനെ ഞാൻ അധികം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. കൊല്ലത്തിലൊരിക്കലെങ്കിലും ഇട്ടാലായി, അത്രേ ഉള്ളൂ. ഓണത്തിനൊന്നും എടുത്തിടും, വീണ്ടും അതെടുത്ത് മടക്കി വയ്ക്കും, തേച്ച് മടക്കി വയ്ക്കും, അങ്ങനെയാണ് പതിവ്. അപ്പം ഞാൻ ഇന്നിത് എടുത്ത് നോക്കി, ഇതിൻ്റെ കൂടെയുള്ള ഒരെണ്ണം ഇട്ടപ്പോൾ എനിക്കത് ഒട്ടും കയറുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇട്ട് നോക്കില്ല, ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിട്ട് നോക്കിയപ്പോൾ കുറച്ച് ബ്ലൗസ് കുറച്ച് ടൈറ്റാണ്, കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇനി അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വെച്ചൊന്ന് ഇട്ട് നോക്കുമ്പോൾ ഒന്ന് പ്ലീറ്റ്സൊക്കെ എടുത്ത് ഒന്ന് ഉടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ശരിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉടുക്കുന്നതെന്ന്. ഞാനിങ്ങനെയൊക്കെയാണ് ഉടുക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇതിന് ഇത് മുണ്ട് വേറെ ഉടുത്തിട്ട് പിന്നെ പുറം ഇതാണല്ലോ. ഞാനിങ്ങനെ പ്ലീറ്റ്സൊക്കെ എടുത്ത് എനിക്കറിയുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണിത് ഭയങ്കര. പക്ഷേ എപ്പോഴും അങ്ങനെ ഉടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാറില്ല മിക്കവാറും. അല്ലെങ്കിൽ നമ്മൾ സാരിയൊക്കെ ആയിരിക്കും മറ്റേ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഉടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഉടുത്തതല്ലേ, അപ്പം അതിന് മൊത്തത്തിലൊന്ന് ഒരുങ്ങിയേക്കാവുന്നു. അപ്പോൾ ഈ കമ്മൽ നല്ല എനിക്കിഷ്ടമാണ്. അത് ഇതിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ള മുണ്ടും വേസ്റ്റിയുടെയൊക്കെ കൂടെ നല്ല ഇത്തിരി വലുപ്പമുള്ളതാണ്, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് എന്നാൽ ഏതായാലും ഉടുത്തല്ലേ ഒന്ന് ഒരുങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് മാമാ-എർത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ അത് ചേർത്തു. ഞാനങ്ങനെ അധികം മേക്കപ്പ് ഇടാറില്ല. ഇങ്ങനെ മോയ്സ്ചറൈസർ, പിന്നെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കും കേട്ടോ. അത് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കാജൽ എഴുതും, പിന്നെ ഐബ്രോസൊക്കെ വരയ്ക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരുങ്ങിയേക്കാമെന്ന്. പിന്നെ ഞാൻ ഇതിന് മുണ്ടും വേസ്റ്റിക്ക് പകരം ഞാനൊരു തുണി എടുത്തിട്ടൊരു ടോപ്പ് തയ്ച്ച് ഇപ്രാവശ്യം തന്നെ ഒന്ന് തയ്ച്ച് നോക്കിയതാണ്. കുഴപ്പമില്ല, ഒരുവിധം ഒത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും ഇതിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. ഇത് മാമാ-എർത്തിൻ്റെ തന്നെയാണ് ഈ ലിപ്സ്റ്റിക്ക്. പിന്നെ കാജലും എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഐബ്രോസൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തു. മുടിയൊക്കെ ഒന്ന് ചീകി, അത്രയൊക്കെ ഉള്ളൂ ചെയ്തുള്ളൂ. വേറെ ക്രീമുകളൊന്നും അധികം ഉപയോഗിക്കില്ല. ഇത് സാധാരണ ഐബ്രോ പെൻസിലാണ്. മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടമായി ഉടുക്കുന്നത്. വല്ലപ്പോഴും അല്ലേ ഇത് ഉടുക്കത്തുള്ളൂ, വർഷത്തിലൊരിക്കലല്ലേ ഉടുക്കുകയുള്ളൂ. അങ്ങനെ ഇതാ ഉടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഒത്തോന്നൊന്നും അറിയത്തില്ല, കുഴപ്പമില്ല, ഒരുവിധം ഒപ്പിച്ചു. ബ്ലൗസും വലിയ പ്രശ്നം തോന്നിയില്ല, വലിയ ടൈറ്റല്ല, എന്നാലും ചെറിയൊരു ടൈറ്റുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ തന്നെ തയ്ച്ച ടോപ്പ് എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ ആലിയ കട്ട് തയ്ച്ച് നോക്കിയതാണ്. അടിയിലിട്ടിരിക്കുന്ന പാൻറ്റ് വേറെ നേരത്തെ ഉള്ള പാൻറ്റ് തന്നെയാണ്. അപ്പം ഇത് ഞാൻ തയ്ച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം വീഡിയോ എടുത്തു.